നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ദേശീയ നേതാക്കൾ വരെ കളം നിറയുന്നു. NDA ക്യാമ്പിന് ആവേശം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബേപ്പൂരിൽ റോഡ് ഷോ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസും PV അൻവറും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. മത്സരം കടുക്കുന്ന സ്ഥലമാണ്. കുന്നത്തുനാട്, കാട്ടാക്കട മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനത്തിലും അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. പ്രഭാതത്തിൽ തന്നെ വലിയ ചൂടാണിപ്പോൾ. ആ ചൂടിനെ വെല്ലും വിധമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട്. ആ ചൂട്ടിൽ കൂടുതൽ ആക്കം പകരാൻ വേണ്ടിയാണ് ദേശീയ നേതാക്കളുടെ പര്യടനം. ഇന്നലെ വൈകിട്ട് തന്നെ അമിത്ഷാ കേരളത്തിലെത്തി, കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നേതാക്കളുമായി രാത്രി കൂടിക്കാഴ്ച നടത്തി. റാവിസ് കടവിലായിരുന്നു അദ്ദേഹം കരിപ്പൂരിൽ ഇറങ്ങി നേരെ വന്നത്. ഇന്നിപ്പോൾ ആദ്യത്തെ പരിപാടി ബേപ്പൂരിലാണ്. ബേപ്പൂരിൻ്റെ പ്രാധാന്യം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റുമുട്ടൽ. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ എതിരാളി അവിടെ PV അൻവറാണ്. അവിടെ BJPക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി, ജനകീയനായ പ്രകാശ് ബാബുവിനെയാണ്, ജില്ലാ പ്രസിഡന്റിനെയാണ് സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിരിക്കുന്നത്. അവിടെ അമിത്ഷയുടെ ആദ്യ പരിപാടി റോഡ് ഷോ ആണ്. ബേപ്പൂരിൽ അമിത്ഷാ റോഡ് ഷോ നടത്തും. അത് കഴിഞ്ഞ് അമിത്ഷാ നീങ്ങുന്നത് കുന്നത്തുനാടിലാണ്. കുന്നത്തുനാടിൻ്റെ പ്രത്യേകത, പുതിയ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ NDAയിൽ BJPയിൽ ചേർന്ന സാബു ജേക്കബിൻ്റെ പാർട്ടി 2020യുടെ സ്ഥാനാർത്ഥിയാണ് കുന്നത്തുനാടിൽ. അത് കഴിഞ്ഞ് കാട്ടാക്കടയിലേക്ക് നീങ്ങും. BJPയുടെ ദേശീയ നേതാവ് PK കൃഷ്ണദാസ്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിൽ അമിത്ഷാ സംസാരിക്കും. അത് കഴിഞ്ഞ് രാത്രി വൈകി പ്രവാസികളുടെ ഒരു യോഗത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. നാളെ ഹരിപ്പാട് റോഡ് ഷോ ആണ്. അവിടെ സന്ദീപ് വചസ്പതിയാണ്. ഹരിപ്പാടിൻ്റെ പ്രത്യേകത, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, UDFൻ്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അതായത് ഇടതുമുന്നണിയുടെ പ്രമുഖ നേതാവ് മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ UDFൻ്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലും അമിത്ഷാ എത്തുന്നു എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞ് അമിത്ഷാ നേരെ തിരുവനന്തപുരത്തു നിന്നും വിമാനമാർഗം ഡൽഹിക്ക് തിരിക്കും. ഇതാണ് പരിപാടി. ഈ പരിപാടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം, ഒന്ന്, ഇടത് വലത് മുന്നണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിൽ അമിത്ഷാ എത്തുന്നു എന്നതാണ് SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.